ഹലോ ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ടിബിലീസിലെ ഡേ 3 ആണ് കേട്ടോ. ഇന്ന് നമ്മളൊരു ഡേ ടൂർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും കാണാൻ പോകുന്ന വഴിയാണ് ഇത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ബാക്കോയിൽ പോയതുപോലെ ഒരു ഡേ ടൂർ ബുക്ക് ചെയ്തു. അവർ നമ്മുടെ ഇവിടുത്തെ പ്രധാനമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും കേട്ടോ. ഇത് അവിടുത്തെ എന്താ പറയുക, മാൻമെയ്ഡ് റിസർവർ ആണ്. സിൻവാലി വാട്ടർ റിസർവർ എന്ന് പറയും. ഇത് എന്താ പറയുക, മാൻമെയ്ഡ് ആണ്, അത് നാച്ചുറൽ അല്ല. അവർ ഈ മൗണ്ടൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അവിടെ തന്നെ സൈഡിലായിട്ട് ഇങ്ങനെ മാർക്കറ്റും, ഇതൊരു ടൂറിസ്റ്റിക് സ്പോട്ട് ആയതുകൊണ്ട് വിൽക്കാനായിട്ട് ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ജോർജ് ടൂർ ഗൈഡ്. ഇവിടെ ജോർജ് എന്ന് പറഞ്ഞ പേരിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പാസ് കടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. നമ്മൾ മലമുകളിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഇച്ചിരി ഒരു എന്താ പറയുക, നമ്മൾ ആ പാസിൻ്റെ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുറേ ലോറികൾ കാരണം നമുക്ക് പോകാൻ പാടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പാസ് കടക്കാനാണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഗോദാവരി എന്ന് പറയുന്ന സ്ഥലത്ത് ഹണി ട്രൈയിങ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒത്തൻറ്റിക് ഹണീസ് ട്രൈ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പലതരത്തിലുള്ള ഹണി ഉണ്ടായിരുന്നു. സാറയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാറയ്ക്ക് ആ വെള്ള കളറിലുള്ള ഹണി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് മേടിച്ചുകൊണ്ടാണ് പോയത്. ഇനി നമ്മൾ പോകുന്നത് കസ്ബേക്കി എന്ന് പറഞ്ഞ ഒരു സ്കീയിങ് ചെയ്യുന്ന ഒരു സ്ഥലത്തേട്ടാണ്. ഇതെല്ലാം അവിടുത്തെ സ്കീയിങ് ഏരിയയാണ് കസ്ബേക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിന് തൊട്ട് മുകളിലാണ് സ്റ്റെഫാൻസ്മിൻഡ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഈ സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് ഇനി നമ്മളൊരു പ്രത്യേകതരം വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ ഈ ജർജറ്റി ട്രിനിറ്റി ചേർച്ച് എന്നും പറഞ്ഞുകൊണ്ട്, ഇതൊരു മലമുകളിലാണ്. അതുകൊണ്ട് നമ്മൾ ബാക്കോയിൽ പോയതുപോലെ തന്നെ ഇവിടെയും ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു സ്പെഷ്യൽ വണ്ടിയിലാണ്. കാരണം നമ്മൾ വന്ന ഒരു എന്താ പറയുക, വാനിൽ നമുക്ക് പോരാൻ പറ്റില്ല, കാരണം ഒരു മലയുടെ മുകളിലാണിത്. അപ്പം അങ്ങനെ നമ്മൾ വന്ന് നടന്ന്, ഇത് ഒരുപാട് എന്താ പറയുക പൊക്കത്തിലായതുകൊണ്ട് വന്നപ്പോഴേ തന്നെ എനിക്ക് ഇച്ചിരി ശ്വാസം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആ ഒരു എയറിൻ്റെ പ്രഷറിൻ്റെ വ്യത്യാസം അറിയാനുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ ഒരു കാഴ്ച. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാമോ. പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് പോയ ഞങ്ങൾക്ക് അത്ര വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. എന്നാലും ഇവിടുത്തെ ഈ കല്ലുകളും ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ആ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ആ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് അടുത്തത് പോയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പീസ് മോണ്യുമെൻ്റ് ആണ് കേട്ടോ. ഇത് അതായത് സോവിയറ്റ് ഏറയുടെ സമയത്ത് റഷ്യൻ ജോർജിയയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അവിടുന്ന് ഈ കാഴ്ചയായിരുന്നു. ആ ഒരു വലിയ മോണ്യുമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാഴ്ചയായിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ, മഞ്ഞൊക്കെ കിടന്ന്. പക്ഷേ ഈ കാഴ്ച ഒരു രക്ഷയില്ല. അത് കൺകുളിർക്കെ നമ്മൾ കണ്ടതാണ്. തണുപ്പ് കാരണം ഡാഡിയും ജെൻസും പോയി ഓരോന്ന് അടിച്ചു. ഞങ്ങൾ ഓരോ കാപ്പിയും മേടിച്ച് കുടിച്ചു. പിന്നെ ഇച്ചിരി സ്നാക്കൊക്കെ മേടിച്ചു കേട്ടോ. ഇതാണ് ആ പീസ് മോണ്യുമെൻറ്റ്. അവിടെ നിന്നുള്ള കാഴ്ചകളും അവിടെ നിന്ന് ഞങ്ങളെടുത്ത 2-3 കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് പിന്നെ ലഞ്ച് കഴിക്കാനാണ്. ഇതാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കച്ചാപ്പൂരി. ഇതാണ് ഗാർലിക് ചിക്കൻ. ഇത് ഹോം മെയ്ഡ് വോഡ്ക ചച്ച. പിന്നെ ഇത് ബീഫ് ഓസ്ട്രി. ഇത് അവരുടെ ഹോം മെയ്ഡ് ബ്രെഡായിരുന്നു. ഈ കജാപ്പൂരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ പിന്നെ നമ്മൾ നേരെ പോയത് അടുത്തൊരു കാഴ്ച കാണാനാണ്. ഈ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ, റെയിൻബോ കണ്ടോ, എന്ത് രസമല്ലേ. ഭയങ്കര ഗ്രീനറിയും മൗണ്ടൻസും ഈ പുഴകളും പിന്നെ ആ ഒരു റെയിൻബോയും. അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. ഭയങ്കര സീനറിക് പ്ലേസാണ് ജോർജിയ, ടിബിലിസി. സോ ബ്യൂട്ടിഫുള്ളാണ്. അതായത് നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ സ്വിറ്റ്സർലൻഡിന് വരാനുള്ള അതായത് സ്വിറ്റ്സർലൻഡ് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അരാക്വി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പുറത്തെ സൈഡിൽ വൈറ്റും അപ്പുറത്തെ സൈഡിൽ ബ്ലാക്കും ആണ്. ഇതൊരു വണ്ടറാണ് കേട്ടോ. അത് വന്ന് ചേരുന്നത് ഒരു പുഴയിലോട്ടാണ്. അതായത് 2 സൈഡിൽ നിന്ന് വന്ന് ഒറ്റ പുഴയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള കാസലിലേട്ടാണ്. ഈ കാസലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു പള്ളിയുമുണ്ട് കേട്ടോ. ഈ കാസലിൻ്റെ പേര് അനാനൂരി ഫോർട്ടിഫൈഡ് കാസിൽ എന്നാണ്. കറക്റ്റായിട്ടാണോ ഞാൻ പ്രൊനൗൺസ് ചെയ്തതെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച തന്നെയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഉള്ളൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ആ പള്ളിയുടെ ഉള്ളിലാണ് ഇവിടുത്തെ രാജാവും രാജ്ഞിയും പണ്ട് വന്നപ്പോൾ അവർക്കത് ഇറങ്ങി പോകാനായിട്ട് തോന്നിയില്ല. അപ്പോൾ അവിടെ വെച്ച് അവർ കത്തിച്ച് കളയുകയായിരുന്നു. ഇത് അവിടെ തൊട്ടിപ്പുറത്തുള്ള ഒരു
പള്ളിയാണ് ഈ ഓർത്തഡോക്സ് ജോർജിയൻ പള്ളി. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കല്ലും ഇതും പിന്നെ നമ്മുടെ ഓർത്തഡോക്സുകാരുടെ പ്രത്യേകതയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഭയങ്കര ഒരു എന്താ പറയുക, നല്ല ദൈവികത തോന്നിയ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ദേ അവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്ന അനാർക്കലി എന്ന് ഞാൻ പറഞ്ഞ സാധനമില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ, അതൊക്കെ തന്നെ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഒരു ഫ്രഷ് പ്രസ് ചെയ്ത് ഗ്രാനൈറ്റ് ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന് നമ്മളിങ്ങ് പോന്നു. പിന്നെ നമ്മൾ വീണ്ടും മെയ്ഡൻ ബസാറിൻ്റെ അവിടെ അങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഈ ഈവനിങ് കാഴ്ച കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. സ്കൈ എന്തൊരു സുന്ദരിയായിട്ട് തിളങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ. അത് ആ ട്രിനിറ്റി ചേർച്ചിലെ കത്തീഡ്രൽ അത് രാത്രി ഇങ്ങനെ തിളങ്ങി നിൽക്കും. പക്ഷേ വൈകിട്ടൊരു ദിവസം പോകണമെന്ന് വെച്ചിട്ട് പറ്റിയില്ല. പക്ഷേ ഇവിടുന്ന് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതും ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ മറ്റേ ഈ ചേർച്ചില്ലേ, അതും ഈ രാത്രി സമയത്ത് അവരെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. അതിന് നമ്മൾ ഇവിടുന്ന് പിന്നെ ടാക്സി പിടിച്ച് ആക്ച്വലി നമ്മൾ പോവുകയായിരുന്നു. ഫുൾ ഡേ ട്രിപ്പിലല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല ക്ഷീണിച്ചായിരുന്നു. പിന്നെ ഈ രാത്രിയിലത്തെ ഈ ഒരു കാഴ്ച ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു. ഞങ്ങളത് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് എല്ലാവരും കുളിച്ച് സെറ്റൊക്കെ ആയി. ഞങ്ങളത് ചീട്ട് കളിച്ചു. ഞങ്ങൾ ഈത്തൻ്റെ കൂട്ടത്തിൽ റമ്മിയും അത് കഴിഞ്ഞ് 28 കളിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്ത് ആ കാഴ്ചകളൊക്കെ മനസ്സിലോർത്ത് ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോയി. ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു കേട്ടോ. ഈ ഇന്നത്തെ കാഴ്ച വളരെ ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. താങ്ക് യു.